യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി വിധി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണെന്നും ഇത് പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിനെതിരായുള്ള സമരത്തിലെ ആദ്യ ചുവടുവെപ്പാണെന്നും പി സരിൻ തുറന്നടിച്ചു. ഈ കോടതി വിധി കേവലം രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരായ ഒന്നല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചൂഷണങ്ങൾക്കും നിറകേടുകൾക്കും ഇരകളാകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നീതിയുടെ പ്രതിഫലനമാണെന്നും സരിൻ അഭിപ്രായപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തലിന് മുൻകൂർ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയ നിമിഷം കേരളത്തിലെ സ്ത്രീ സമൂഹം ഒരു വലിയ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചിലർ സ്ത്രീകളോടും പൊതുസമൂഹത്തോടും നടത്തുന്ന തെറ്റായ ഇടപെടലുകൾക്ക് ലഭിച്ച താക്കീതാണ് ഈ വിധി. ഈ വിധിയിലൂടെ കേരളത്തിലെ സ്ത്രീകൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് പാർട്ടിക്ക് പുറത്തും അകത്തുമുള്ള സ്ത്രീകളുടെ പ്രതീക്ഷയാണ് കോടതി മുറുകെ പിടിച്ചതെന്നും സരിൻ ചൂണ്ടിക്കാട്ടി. പാർട്ടികളിലെ തെറ്റായ പ്രവണതകളെയും വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് ഈ പുഴുക്കുത്തുകളെ വേരോടെ പിഴുതെറിയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തോട് പറയേണ്ടി വരുന്ന ദുരവസ്ഥ സംജാതമാകും. പാർട്ടിയുടെ അടിത്തറ തകർക്കുന്ന ഇത്തരം വ്യക്തിഗത താല്പര്യക്കാരെ ചുമന്നു നടക്കുന്നത് പ്രസ്ഥാനത്തിന് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേവലം രാഹുൽ മാങ്കൂട്ടത്തലിനെ മാത്രം ഒതുക്കിയതുകൊണ്ടോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ടോ മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. താൻ പലവട്ടം ചൂണ്ടിക്കാണിച്ച പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന സംഘത്തിലെ പ്രധാന കണ്ണികളായ മറ്റു രണ്ടുപേർ കൂടിയുണ്ട്. ഒരൊറ്റയാൾ വീഴുമ്പോൾ ഈ സിൻഡിക്കേറ്റിലെ പ്രധാനികളായ 3 പേരും ഒരുമിച്ച് വീഴണമെന്നും എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ കളങ്കം മായ്ച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും സരിൻ തറപ്പിച്ചു പറഞ്ഞു. താൻ വെറുതെ ആകാശത്തേക്ക് നോക്കി ഷാഫി പറമ്പിലിനെയും VD സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തലിനെയും പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചതല്ല. ഈ മൂവർ സംഘം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടത്തിയ ഹവാല ഇടപാടുകൾ, റിവേഴ്സ് ഹവാല ഇടപാടുകൾ, മറ്റ് അനധികൃത ധനകാര്യ ഇടപെടലുകൾ എന്നിവയെല്ലാം ഇനി കേരള രാഷ്ട്രീയത്തിലെ പൊതു ചർച്ചയിലേക്ക് വരുമെന്നും സരിൻ മുന്നറിയിപ്പ് നൽകി. ഇയാളെ മാത്രം പൂട്ടിയത് കൊണ്ട് കാര്യമില്ല. ഈ ക്രൈം സിൻഡിക്കേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പല രീതികളുമുണ്ട്, സരിൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ 3 പേർ മാത്രം എങ്ങനെയാണ് പങ്കുകൊണ്ടിരിക്കുന്നത്? പാർട്ടിയുടെ ഔദ്യോഗിക ചട്ടക്കൂടുകൾ മറികടന്ന് ഇവർ മാത്രം തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതുണ്ട്. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനെ ഈ സിൻഡിക്കേറ്റ് എങ്ങനെയാണ് ഒരു നോക്കുകുത്തിയായി മാറ്റിയത്? സംഘടനാ സംവിധാനത്തിൽ സുധാകരൻ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എങ്ങനെ കവർന്നെടുത്തു? ഈ ചോദ്യങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ പുകഞ്ഞു നിൽക്കുന്നതാണ്. KC വേണുഗോപാലിനെ പോലും അശക്തനാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ അവർ എങ്ങനെയാണ് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിയത്? ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കി വിറ്റവരാണ് ഇവർ എന്നും സരിൻ രൂക്ഷമായി വിമർശിച്ചു. ഈ സിൻഡിക്കേറ്റിന്റെ പ്രധാന ലക്ഷ്യം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. 2026 സംസ്ഥാന ഭരണം കോൺഗ്രസിനാണെന്നാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. ആ സ്വപ്നത്തിൽ തങ്ങളാണ് അടുത്ത മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി തുടങ്ങിയ സുപ്രധാന പദവികൾ അലങ്കരിക്കാൻ പോകുന്നവർ എന്നും ഇവർ സ്വപ്നം കാണുന്നുണ്ടാകണം. ആ പാഴ് സ്വപ്നത്തിന്റെ പേരിലാണ് കേരളത്തിലെ ജനങ്ങളെ തലയെണ്ണി കണക്കു പറഞ്ഞ ഈ സിൻഡിക്കേറ്റ് പല കാര്യങ്ങളും നേടിയെടുത്തത്. ഇവർ ആരൊക്കെയാണ് കബളിപ്പിച്ചത്? ആരൊക്കെയാണ് വിറ്റത്? ഇവർ ആരൊക്കെയിൽ നിന്നാണ് പണം കൈപ്പറ്റിയിരുന്നത്? അവരുടെ ഭയം എന്തായിരുന്നു എന്നെല്ലാം പാർട്ടിയും ജനങ്ങളും തിരിച്ചറിയണമെന്നും സരിൻ ആവശ്യപ്പെട്ടു. 2026 തങ്ങളുടെ രാഷ്ട്രീയ യാത്രക്കിടയിൽ ഈ മൂവർ സംഘത്തിൽ ആരെങ്കിലും വീണുപോയാൽ അത് പൊതുജന മധ്യത്തിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഇവർ ഭയപ്പെട്ടിരുന്നു. അത്തരമൊരു സാഹചര്യം വന്നാൽ ജനം കോൺഗ്രസിനെ കൈയൊടിയും. അപ്പോൾ CPM-നെതിരെ പറയാൻ പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും സരിൻ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് താൻ VD സതീശിനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തലിനെയും ഒരുമിച്ച് ചേർത്ത പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചത്. ഈ മൂവർ സംഘം നടത്തിയ ഹവാല ഇടപാടുകൾ, റിവേഴ്സ് ഹവാല ഇടപാടുകൾ, മറ്റ് ധനകാര്യ ഇടപെടലുകൾ എന്നിവയെല്ലാം ഇനി വെളിച്ചത്ത് വരും. ഈ സിൻഡിക്കേറ്റ് നടത്തിയ ഓരോ നെറികേടിനും പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങളെ കവചം തീർത്തുകൊണ്ടാണ് ഈ നേതാക്കൾ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാധിച്ചതെന്നതാണ്. 2026 അധികാരം പിടിക്കണമെന്ന പാഴ്സ്വപ്നം ഈ പ്രവർത്തകരിലേക്ക് പകർന്നു നൽകി. അതിലൂടെയാണ് ഈ ക്രൈം സിൻഡിക്കേറ്റ് തങ്ങളുടെ നെറുകേടുകൾക്ക് മറ തീർത്തത്. കോൺഗ്രസ് പ്രവർത്തകരെ വിറ്റാണ് ഈ പ്രസ്ഥാനത്തെ അവർ ചതിച്ചത്. ഈ ചതി നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം വീഴുന്നത് ഈ 3 പേരും കൂടിയാകണം. അല്ലാതെ ഒരാൾ മാത്രം വീണ് ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഈ 3 പേരും ഒരുമിച്ച് വീണാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് 2031 അധികാരം പിടിക്കണമെന്ന സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് പാർട്ടി തയ്യാറാകണം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ തയ്യാറാകുമ്പോൾ സകല തെറ്റുകാരെയും ചെവിക്ക് പിടിച്ച പുറത്താക്കാൻ നേതൃത്വം സന്നദ്ധത കാണിക്കണം. അത്തരത്തിൽ കർശനമായ നടപടിയെടുക്കാൻ
കെൽപ്പുള്ളവർ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടോ എന്ന് കണ്ടറിയണമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമൊരു ശുദ്ധീകരണത്തിന് നേതൃത്വം തയ്യാറാകുമോ എന്ന സംശയം സരിൻ പങ്കുവച്ചു. ഈ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ബാക്കി രണ്ടുപേർ ഇപ്പോൾ രണ്ട് ചേരികളിലായി തിരിഞ്ഞുകൊണ്ട് പല ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപാടുകളെല്ലാം ഇനി വ്യക്തത വരും. നിയമത്തിന് മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഈ സിൻഡിക്കേറ്റിനെതിരായ ഇത്തരം പരാതികളെല്ലാം പിണറായി വിജയന്റെ കയ്യിലുണ്ട്. പരാതികൾ മാത്രമല്ല, ഈ സിൻഡിക്കേറ്റ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെയും മറ്റ് നെറുകേടുകളെയും കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട്. ഈ തെളിവുകൾ പുറത്തു വരുന്നതോടെ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിന്റെ തകർച്ച പൂർണ്ണമാകും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലുള്ള ഈ തെളിവുകളെയും പരാതികളെയും ഭയപ്പെടുന്നുണ്ടെന്നും പി സരിൻ വ്യക്തമാക്കി. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോടതി വിധി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ആരംഭമാണ്. ഇത് വെറും ഒരു വ്യക്തിപരമായ കേസല്ല, മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കാർന്നു തിന്നുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിലുള്ളത് ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ വെല്ലുവിളിയാണ്.